ഒരു കൊട്ടാരം പോലെയുള്ള വീടിൻ്റെ ഗേറ്റിനു മുന്നിലായി ബസ് നിന്നു. ബസ് നിന്നതും കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, "ആ ചാലക്കുടി ചാലക്കുടി." എന്നിട്ട് സൈനുവിന് നേരെ നോക്കി പറഞ്ഞു, "താത്തേ താത്തേ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്തീട്ടോ, വേഗം ഇറങ്ങിക്കോളി." ആ ആ സൈനു വേഗം തന്നെ ബസ്സിൽ നിന്നിറങ്ങി. ബസ്സിൽ നിന്നിറങ്ങിയ സൈനു നാലുപാടും നോക്കവേ തന്നെ വലിയ കൊട്ടാരം പോലെയുള്ള വീട് കണ്ടു. ഇത് തന്നെയാവും അവർ പറഞ്ഞ വീട്. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. സൈനു ആരോടും ചോദിക്കാൻ നിൽക്കാതെ ആ വലിയ വീടിൻ്റെ ഗേറ്റിന് നേരെ നടന്നു. ഗേറ്റ് പൂട്ടിയിട്ടില്ലായിരുന്നു. സൈനു ഗേറ്റ് തുറന്ന് വീടിന് നേരെ നോക്കി. ആ വീട് കണ്ട് അവളുടെ കണ്ണുകൾ വിസ്മയിച്ചു പോയി. അല്ലാ, എന്തൊരു കൊട്ടാരം പോലെയുള്ള വീടാണ്! ഒരു കാലത്ത് ഇത്രത്തോളമില്ലെങ്കിലും വലിയൊരു ബംഗ്ലാവിൽ ഭർത്താവും മക്കളുമായൊക്കെ ജീവിക്കുന്നത് സ്വപ്നം കണ്ടതാണ് താൻ. അവൾ വേദനയോടെ ആ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി. ചെടികൾ നനയ്ക്കുകയായിരുന്ന ഒരു സ്ത്രീ ഗേറ്റ് തുറന്നു നോക്കുന്ന സൈനുവിനെ കണ്ട് ഓസിലെ പൈപ്പ് ഓഫാക്കി സൈനുവിനടുത്തേക്ക് നടന്നു വന്നു. "ആരാ? എന്താ വേണ്ടേ?" സൈനു അവരെ നോക്കി. "മുഹമ്മദ് ഹാജിയുടെ വീടല്ലേ?" സൈനു ചോദിച്ചു. "ആണ്. ഹാജിയെ കാണാൻ വന്നതാണോ?" അവർ ചോദിച്ചു. "ആ." സൈനു അതെ എന്ന അർത്ഥത്തിൽ മൂളി. "അല്ലോ, ഹാജി പുറത്തേക്ക് ഇറങ്ങിപ്പോയല്ലോ. എന്തെങ്കിലും സഹായം ചോദിക്കാനാണെങ്കിൽ ഹജ്ജും ഉണ്ട് അകത്ത്, വിളിക്കണോ?" "എനിക്ക് ഒരു ജോലി കിട്ടുമോ?" സൈനു പെട്ടെന്ന് ചോദിച്ചു. "ജോലിയോ?" അവർ സൈനുവിനെ മൊത്തം നോക്കി. "എന്ത് ജോലി?" "ഒരു താത്ത പറഞ്ഞ് ഇവിടെ വീട്ടുജോലിക്ക് ആളെ വേണോന്ന്. അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ ഞാൻ." "ആ, വീട്ടുജോലിക്ക് ഇവിടെ ആളൊക്കെ ഉണ്ട്. എന്നാലും ഇനിയും 2-3 ആളെയും കൂടി വേണം. വരണ മാസം ഇവിടെയുള്ള മോളെ കല്യാണമാണ്. അപ്പോൾ കുടുംബക്കാരെല്ലാവരും 2 ആഴ്ച മുന്നേ വന്ന് നിൽക്കൂ. രാത്രി നിൽക്കാൻ പറ്റിയ ആളെയാ വേണ്ടത്." ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു. "ഞാൻ രാത്രിയും പകലും നിന്നോളാം. എനിക്കിവിടെ എന്തെങ്കിലും ജോലി തരണം." സൈനു ദയനീയതയോടെ പറഞ്ഞു. സൈനുവിൻ്റെ സംസാരവും തകർന്നടിഞ്ഞ കോലവും കണ്ട് എന്തോ കഷ്ടപ്പാടുള്ള സ്ത്രീയാണെന്ന് തോന്നിയ അവർ പറഞ്ഞു, "വരി, ഹജ്ജുമ്മാനെ കാണാം." അവർ സൈനുവിനെയും കൊണ്ട് ബംഗ്ലാവിനുള്ളിലേക്ക് കയറിപ്പോയി. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പ്രൗഢിത്തത്തോടെ സോഫയിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്ന ഹജ്ജുമ്മയുടെ അരികിലേക്ക് അവർ സൈനുവിനെയും കൊണ്ട് നടന്നെടുത്തു.